ഗൈസ്, ഞങ്ങളിവിടെ പൂ പറിക്കാനൊക്കെയാണ് നെറ്റ് പൊട്ടിയ സോറി. ഇതാണ് അവിടെ ഇപ്പം പൂ പറിക്കാം. ഇതാണ് പൂമരം. എന്തുവാന്ന് മനസ്സിലായോ? കണ്ടപ്പോഴേ പൂവാണിത്. ഞങ്ങൾ പറിച്ച് വെച്ച പൂവാണിത് കാണുന്നത്. അപ്പം നമ്മ ഈ പൂ വീണ്ടും പൊട്ടിക്കാൻ. ഓക്കെ, അപ്പം ആരുമാണ് ഇവിടെ പറിക്കാൻ പോകുന്നത്? ചിലപ്പോൾ ഞങ്ങൾ മാറി ഫോം. അതാണ് ആരുവിൻ്റെ വീട്. ഞങ്ങൾ അവിടെ ചെന്ന് ഫ്രണ്ട് കാട്ടിത്തരാം. ഇതാണ് ആരുവിൻ്റെ പുളിമരം. ആരോ നട്ട് വളർത്തിയതാണ് കൊപ്പ. പിന്നെ ഇതാണ് ഇതാണ് ആരുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ട്. ഇതാണ് ആരുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും വണ്ടി. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. ഒരെണ്ണൻ്റെ അമ്മ ഉണ്ടായിക്കാണ്. നമുക്ക് പോവാം. ഇനി ഇവൻ്റെ കോഴിക്കൂട് എവിടെയാണ് കാട്ടിയത്? കോഴിക്കൂടാണ്, പക്ഷെ കോഴി മേടിച്ചിട്ടില്ല. കോഴി മേടിച്ച് ഇടാൻ പോകുന്നുള്ളൂ. ഇതാണ് കോഴിക്കോട് മോനെ. കോഴിക്കോട് ഫുൾ വെൽഡൊക്കെ വെച്ചിട്ടുണ്ട്. അത് അടയ്ക്കാനും തുറക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. അപ്പം ഞങ്ങൾ സെറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിപ്പം കുറച്ച് കഴിയുമ്പോൾ തുറക്കാം. തുറത്ത് കാട്ടി തരാം. അങ്ങനെ പിടിക്കാം. ഇവിടെ നിന്നിട്ടുണ്ടോ പാമ്പ്. ഇതേ 14 അടിൻ്റെ നീളം കേട്ടല്ലോ. ഇവിടെ നിന്നിട്ട് അതല്ല, പിന്നെ ഇവിടെ നിന്നിട്ട് ഇവിടെ 14 അടി നീളമുണ്ട്. പിന്നെ ഇതാണ് അവൻ്റെ പുളിയൻ മാങ്ങ. എന്തൊരു മാങ്ങയുടെ? സോറി, ഇവൻ്റെ മാങ്ങയാണ് പുളിയൻ മാങ്ങ. അല്ല, നല്ല പുളിയൂര്. സോറി, പുളിയൻ പുളിയൂര്. കണ്ട പിന്നെ ഇവൻ്റെ വീട്ടിലുണ്ട് ചെമ്പരത്തി. ഞങ്ങൾ അവിടെ കാട്ടിയെന്ന ചെമ്പരത്തിയാണ്, പക്ഷെ ഇതവിടെയല്ല. ഇതൊക്കെ പാടാണ്. അത് കാണാ ചായക്കടയില്ലേ, അത് പണ്ട് ആയിരുന്നു. അത് വിറ്റവാ. ഇവർ പോയവിടെ 5 ഇതായിപ്പോയി. 5 ആൾക്കാരെ മേടിച്ചേക്കണത്. അപ്പം നമ്മ പൂ പറിക്കാൻ പോയാലോ? അവൻ്റെ കൈമ മുള്ള് കയറുന്നൊക്കെ പറയുന്നുണ്ട് കാട്ടിപ്പറ്റി. അവ പൂ പറിക്കാൻ പോകും. പോയി അവൻ്റെ മുള്ള് പോയി. അവനെന്തോ കാട്ടിക്കൂട്ടി പൂ പറിക്കാൻ. ഇതൊന്നിട്ടാളോ വഴുതനങ്ങ. അതേ വഴുതങ്ങ കുഞ്ഞ് മോണം വെച്ചിട്ടുണ്ട്. വഴുതനങ്ങുണ്ടായി കാട്ടി കൊടുത്തു. ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. കുഞ്ഞിത് എവിടെ ഉണ്ടായി. അത് ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. പിന്നെ വലുതായി. നമുക്ക് പൂ പറിക്കാൻ പോവാം. പൂ പറിക്കാം. നമുക്ക് ഷോക്കട്ടാണ്. ഇത് ഷോക്കട്ടാണ്. ഷോക്കട്ടെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ബാക്ക് കട്ടിട്ട് മറന്നായി. ഇപ്പം ഞാൻ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് പാടം. ഇവിടെ പണ്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ചത്. ഇതാണ് രാമത്തെ സ്ഥലം. എന്നിട്ടോ അല്ല പരിക്ക് പറയുന്നത് ഒന്ന് പറയടാ. പുളിമരം നീ കാണിച്ചതല്ലേ പുളിമരം. അതിൽ നിന്ന് നമ്മ ഒരു പുളി പറിച്ചെടുത്തിട്ടുണ്ട്. കേടായി പുളിയായിട്ടുണ്ട്. നമുക്ക് അവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതും കേടായി കഴിഞ്ഞു. നമുക്കിങ്ങനെ നോക്കാം. നമുക്കിങ്ങനെ കിട്ടൂല. നമുക്ക് സ്ഥലം വിടാം.
അവൻ പറക്കാൻ പോലെ അവൻ പറക്കണം. ഞാനിവിടെ ഒരു പുളിയില തിന്നിട്ട് വരാം. പുളിയില, ഇതാണ് പുളിയില. നല്ല എന്ത് ടേസ്റ്റ് എന്നോ, ഉപ്പും മുളകിട്ട് തിന്നുമ്പോൾ അതേ ടേസ്റ്റാണ് നമ്മൾ. എൻ്റെ പേര് റിതു, എൻ്റെ പേര് ആര്. എൻ്റെ പേര് അത് ഞാൻ പറഞ്ഞ. എൻ്റെ പേര് റിതു. പറയ്. എൻ്റെ പേര് റിതു, എൻ്റെ പേര് ആരം. എൻ്റെ പേര് ആരം. അപ്പോൾ സൈക്കിളിൽ കയറിയിട്ടാണ് പൊട്ടിക്കുന്നത്. സൈക്കിളിന് ഹെയറില്ല, ചങ്ങല ഇട്ടിട്ടൊക്കെ ബ്രേക്കൂല. ഇവൻ്റെ സൈക്കിൾ എങ്ങനെയല്ലേ എടുക്കണം അല്ലേ? എൻ്റെ സൈക്കിൾ ഇത്തിരി പഞ്ചറായിട്ടുണ്ട്. പഞ്ചർ ഒട്ടിക്കാൻ പറഞ്ഞിട്ട് കുറേ നാളെ. മറ്റന്നാൾ ഒട്ടിക്കാന്ന് പറയുന്നത്. അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി. അയ്യോ ചക്ക, ഞാനവിടെ ഉറുമ്പിൻ്റെ കൂട്. അയ്യോ ഉറുമ്പടിച്ചേ, ഉറുമ്പടിച്ചു പോയി. പുളിയെ മാവിൻ്റെ അവിടെ സുഖമായിട്ടവിടെ നിന്ന്. ആ ഒക്കെ മാവിൻ്റെ അവിടെ നിന്ന് ഒന്ന് കുറയും. ഉപ്പുമായിട്ട് തിന്നുമ്പോൾ എന്ത് ടേസ്റ്റാ. ഓ എന്ത് ടേസ്റ്റ് ഉണ്ടോ. ആ അതിങ്ങനെ വയ്ക്കണം. പട്ടനെ പേടിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ കേൾക്കും. അപ്പം പൂ പറക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഉള്ളത് ഇവൻ സംസാരിക്കും. ഈ ഋതുവിനെ പരീക്ഷയിലെ ഫുള്ളാണ്. പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷയിൽ 4 മാർക്ക്, 1 മാർക്ക്, 2 മാർക്ക്. ഇപ്പം ആര്യനിപ്പം ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇപ്പം അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പം ഫൗളായി, ഔട്ടായി. ഇന്ത്യ പിന്നെ എനിക്ക് ഫുള്ള് കിട്ടി. ഋതുവിന് കുഴപ്പമില്ല, ഫുള്ള് കിട്ടി. പിന്നെ ഋതു പറഞ്ഞോളൂ എൻ്റെ മാർക്ക്. അതൊന്ന് ഫുള്ളില്ല. എൻ്റെ ഒരു കൂട്ടാനുണ്ട്, പേട്ടയാ, പേട്ട കൂട്ടാൻ. എപ്പോൾ നോക്കിയിട്ട് ഞങ്ങൾ അടിച്ച് അങ്ങനെ ഭീഷണിപ്പെടുത്തും. അതിൻ്റെ പേര് എന്താണെന്നറിയാം? ഡേയ്സ് കോത. അതിനെ ഞങ്ങൾ ഒരു ദിവസം വളച്ചടിച്ചടിക്കും. പിന്നെ അതിൻ്റെ പാടം, അതും ഒരു പാടാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അത്യാവശ്യ കാര്യ ഋതുവിനെ കുറിച്ചാ. അവന് ഋതുവിനെ പറയാ.